ഇത് സ്ത്രീ സംരംഭകർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, സ്ത്രീകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. ഇത് പുരുഷന്മാരാരും കേൾക്കണേ വേഗം നിർത്തിപ്പോക്കോട്ടോ. ഞാൻ സ്ത്രീകളോട് മാത്രം രഹസ്യം പറയാൻ വേണ്ടിയിട്ടാണ്, രഹസ്യമായിട്ട് പറയട്ടെ എന്ന്. അവരുടെ ഒരു ചെറിയ പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ അടുത്തിരിക്കണമെങ്കിൽ നിങ്ങൾ മാറിക്കേ. ഓക്കെ, സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യം, സംസാരിച്ച സമയങ്ങളിരുത്. കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്ന് സമയം കളയരുത് എന്ന്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യണം, അതിൻ്റെ ആ വശം ഈ വശം, അതിങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യുക, അതെങ്ങനെ ചെയ്യുക എങ്ങനെയാ, അങ്ങനെ ചെയ്ത് വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കാൻ പോകില്ല. അപ്പം സാധാരണ പറയുന്നൊരു വീടുണ്ട്, പുരുഷൻ വരുന്നിടത്ത് വെച്ച് കാണുന്ന ആളാണ്. സ്ത്രീകൾക്ക് വരുന്നത് കാണാനുള്ള കഴിവുണ്ട്, അതായത് ഇൻഡ്യൂഷൻസ് ഉണ്ട്. അതായത് ഇൻഡ്യൂഷൻസ് മീൻസ് മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. പുരുഷനാണെങ്കിൽ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ശ്രദ്ധിക്കാതെ അവൻ വരുന്നിടത്ത് വെച്ച് വരുമ്പോൾ അത് കാണാം എന്ന് ഫേസ് ചെയ്യാൻ റെഡിയാണ്. അതിനാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഈ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കൂടുതൽ ചിന്തിച്ചത് പുരുഷനായതുകൊണ്ട്. എന്തുകൊണ്ടാണ് പുരുഷനെ ചിന്തിച്ചേ? അവന് എന്തായാലും ഷോ മസ്റ്റ് ഗോ ഓൺ. ഈ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന ചിന്ത പുരുഷനിലുള്ള അത്രയും സ്ത്രീകളിൽ വന്നിട്ടില്ല. അത് അവരുടെ കുറവ് പറയാനല്ല, കാരണം അവൾക്ക് അങ്ങനെ സാഹചര്യം ഒരുക്കാതെ പുരുഷൻ ഷോ മസ്റ്റ് ഗോ ഓണിന്റെ ഭാഗത്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. അത് എടുത്തു എന്നതുകൊണ്ടാണ് അവർ റിസ്കിലേക്ക് വരുന്നതും, അവൻ നന്നായിട്ട് വിലസുന്നതും, നന്നായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതും, പൈസ ഉണ്ടാക്കുന്നതും, അവൻ മുൻകൈ എടുക്കുന്നതും, തീരുമാനങ്ങൾ പറയുന്നതും, പെട്ടെന്ന് ഷൗട്ട് ആവുന്നതും, ചിലപ്പോൾ നിർത്താൻ പറയുന്നതും ഒക്കെ അവൻ മുന്നോട്ട് പോകാൻ തടസ്സമുള്ള സാധനങ്ങളെ വെട്ടി ഒതുക്കി വഴിവെട്ടി പോകുകയാണ്. ആ വഴിവെട്ടി പോകുന്നതിനാണ് പറയുന്നത് റിസ്ക് എടുക്കുക. അപ്പൊ ഈ വഴിവെട്ടി പോകുന്ന പുരുഷന്റെ കുറെ കഴിവുകളെ സ്ത്രീകൾ കൊണ്ടുവരണം, എടുക്കണം. നല്ലതിന് എവിടെ നിന്നാണെങ്കിലും കോപ്പി ചെയ്യാം. ചൈന എന്നുള്ള പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കില്ലേ? നല്ല പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കില്ലേ? അതുപോലെ നല്ലതാണെങ്കിൽ ചൈനയോട് നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും നല്ലത് നമ്മൾ ഉപയോഗിക്കണില്ലേ? കാരണം നമുക്ക് വില കുറഞ്ഞ് നല്ലതാണ് കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ നല്ലത് എവിടെ നിന്നാണെങ്കിലും കോപ്പി ചെയ്യാം. അങ്ങനെ കോപ്പി ചെയ്യുന്ന സംസ്കാരം എടുത്തിട്ട് പുരുഷനിൽ നല്ല സംസ്കാരത്തിനെ സ്ത്രീ എടുത്തിട്ട് അത് അവരുടെ സ്വഭാവമായിട്ട് മാറ്റുവാണെങ്കിൽ എങ്കിലും നമുക്ക് സംരംഭകനാകാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ റിസ്ക് എന്ന് കേൾക്കുമ്പോഴേക്കും ഫിയർ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ ഒന്ന് പ്ലാൻ ചെയ്ത് എറിഞ്ഞാൽ കൊള്ളാൻ വേണ്ടി അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ സഹായിക്കും. അപ്പോൾ ബിസിനസ് സംരംഭക വെയിറ്റ് ചെയ്യേണ്ട, എല്ലാം ശരിയായിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാതിരിക്കാനാണ് ഇത് പറയുന്നത്. എന്തെങ്കിലും ഒരു ആശയമുണ്ട്, ഞാൻ പറഞ്ഞു ലോണ്ടറി എന്നൊരു ആശയം ഉണ്ടെങ്കിൽ ലോണ്ടറി അങ്ങ് ചെയ്യേ. എന്തുണ്ടാവുക? അവസാനം എന്താണ്ടാവുക? ലോണ്ടറി. ഞാൻ വേണ്ട അച്ചാർ എടുക്കാം. അച്ചാർ നമുക്ക് ഉണ്ടാക്കി ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ ഇപ്പോൾ 100 കിലോ അച്ചാർ മേടിക്കണ്ടെന്ന്, 100 നാരങ്ങ മേടിക്കണ്ട, ഒരു 25 നാരങ്ങ മേടിക്കും. എന്നിട്ട് നമ്മുടെ വീട്ടിലേക്കും ചുറ്റുമുള്ളൊരു 10 പേർക്കും കൊടുക്കാൻ ഉണ്ടാക്കുക. 10 പേർക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയപ്പോൾ 5 പേരെ മേടിച്ചുള്ളൂ. അപ്പം 5 എണ്ണം ബാലൻസായി. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ സ്ഥലത്തല്ലാതെ വേറെ ഒരു 5 പേർക്ക് അത് കൊടുക്കുക. അത് എന്തായാലും നമ്മുടെ വീട്ടിൽ വെച്ച് കേടുവരും. അത് കഴിച്ചു നോക്കിയിട്ട് പറയണേ എന്ന് പറയാം. ഇന്നല്ലെങ്കിൽ ചെറിയ ബോട്ടിലാക്കുക. അതായത് ഈ 150 ഗ്രാം 200 ഗ്രാമുള്ളതാണെങ്കിൽ 50 ഗ്രാമിൻ്റെ ചെറിയ ഇതാക്കുക. എന്നിട്ട് ഇത് ഞാൻ പുതിയൊരു പരിപാടി തുടങ്ങുന്നതാണെന്ന് കണ്ടു നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് സാമ്പിളായിട്ട് കൊടുക്കുക. നമ്മളിവിടെ ഇത് കേടാവും സാമ്പിളായി കൊടുക്കുക. എന്നിട്ട് അഭിപ്രായം പറയണേന്ന് പറയാം. ഇപ്പോൾ ഫ്രീ കിട്ടിയതല്ലേ, അതിൽ 5 പേര് കൊടുത്ത് 3 പേര് നന്നായി പറഞ്ഞാലോ, ആ കുട്ടിക്ക് അച്ചാറുണ്ടായിരുന്നു, നല്ല അച്ചാറാണേ, ഞങ്ങൾക്കൊരു 50 ഗ്രാം തന്നിരുന്നു, ഇത് ടേസ്റ്റ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് മേടിക്കാട്ടോ, നമ്മുടെ ഈ വരുന്ന പെരുന്നാളിനത് മേടിക്കാം, ഈ വരുന്ന ഉത്സവത്തിനത് മേടിക്കാം എന്ന് വരുമ്പോൾ അത് നമുക്ക് മാർക്കറ്റിംഗ് ആയിട്ട് എടുക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെറിയ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കില്ല. വിചാരിച്ച പോലെ ഈ ലോകം നടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എവിടെയാ? ശരിയല്ലേ? കല്യാണം കഴിക്കുമ്പോൾ എന്തൊക്കെ വിചാരിച്ചേ? പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്തൊക്കെ വിചാരിച്ചേ? ആണ് കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ കെട്ടാൻ പോണ സമയത്ത് എന്തൊക്കെയാണ് പ്രതീക്ഷ? പഠിക്കുമ്പോൾ എന്തായിരുന്നു പ്രതീക്ഷ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു പ്രതീക്ഷ? 8ൽ പഠിക്കുമ്പോൾ എന്തൊക്കെ വീട്ടുകാരോടൊക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? നമ്മൾ വിചാരിച്ചോടത്തൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചതുപോലെ നടക്കുമെന്ന് വിചാരിക്കാതെ നമ്മളങ്ങ് ചെറിയൊരു ചാട്ടം ചാടുകയാണെങ്കിൽ ഒരു സംരംഭകത്വം, അല്ലെങ്കിൽ ഇതൊന്നും പറയണ്ട, സ്വയം തൊഴിലിലൂടെ 10 രൂപ ഉണ്ടാക്കാം. 10 രൂപ വേണോ, 1000 രൂപ വേണോ, 10,000 വേണോ, കോടി വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ സമയം നിങ്ങളുടെ കയ്യിലുണ്ടാവും. സമയത്തിനെ നിങ്ങളാണ് കൺട്രോൾ ചെയ്യണേ, നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. അതൊരു എക്സ്ട്രാ കഴിവാണ്, എക്സ്ട്രാ ഹാപ്പിനെസ് ആണ്. ദ അൾട്ടിമേറ്റ് എയിം ഹാപ്പിനെസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു റിസ്ക് നിങ്ങൾ എടുക്കണം.
അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്ക് ഇതെല്ലാം കേട്ട് വീണ്ടും കേട്ട് തുടങ്ങണേ. എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറയണേ. എന്തോ നടക്കോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ പണിയായിട്ട് പോട്ടെ. എനിക്ക് വേറെ പണിയുണ്ട്. ഇത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പറയണേ, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. തെറി മാത്രം വിളിക്കാതിരിക്കുക. നമ്മുടെ സംസ്കാരത്തിൽ തെറി കയറി വരുന്നുണ്ട്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പൊങ്കാലി ഇടാനാണല്ലോ നമുക്ക് ഇഷ്ടം. പൊങ്കാലി ആണെങ്കിൽ പൊങ്കാലി ഇട്. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അത് ചെയ്യും. അങ്ങനെയെങ്കിലും നിങ്ങൾ ജീവിക്കും. റെഡി അല്ലേ? ബൈ.